ഹലോ എവരിവൺ, ആനുകാലിക വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂളിന്റെ ഏറ്റവും പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കാം. നോക്കൂ, ഇന്ത്യൻ നേവി കമ്മീഷൻഡ് ന്യൂ സർവേ വെസൽ നെയ്മഡ് INS നിർദ്ദേശക്. INS നിർദ്ദേശക് എന്ന പേരിൽ ഇന്ത്യൻ നേവി ഒരു പുതിയ സർവേ വെസൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, നോക്കൂ, INS നിർദ്ദേശക് ഈസ് ദ സെക്കൻഡ് ഷിപ്പ് അണ്ടർ ദ സർവേ വെസൽ പ്രൊജക്ട് ഓഫ് ഇന്ത്യൻ നേവി. സർവേ വെസൽ, ഇന്ത്യൻ നേവിയുടെ സർവേ വെസൽ പ്രൊജക്ട് രണ്ടാമത്തെ ഷിപ്പാണ് ഏത് INS നിർദ്ദേശക് എന്ന് പറയുന്നത്. It is designed to conduct hydrographic surveys, assist in navigation and support maritime operations. ഹൈഡ്രോഗ്രാഫിക് സർവേകൾ നടത്താൻ, നാവിഗേഷനിൽ അസിസ്റ്റ് ചെയ്യാൻ, അതുപോലെ മാരിടൈം ഓപ്പറേഷനുകളിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ INS നിർദ്ദേശകനെ ഇന്ത്യൻ നേവി കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ്സ് ബിൽറ്റ് ബൈ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് GRSE കൊൽക്കത്ത. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് എന്ത് ഈ ഒരു INS നിർദ്ദേശക് എന്ന ഈ സർവേ വെസലിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇറ്റ് റിഫ്ലക്ട്സ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു ആത്മനിർഭർ ഭാരത് വിത്ത് 80% ഓഫ് ഇൻഡിജീനിയസ് കണ്ടന്റ്. അതായത് കോവിഡിന് ശേഷം ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ആത്മനിർഭർ ഭാരത്. അതായത് സെൽഫ് റിലയൻറ്റ് ഇന്ത്യ, എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ സ്വയം പര്യാപ്തമാവുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 80% ഓഫ് ഇൻഡിജിനസ് കണ്ടന്റ്, തദ്ദേശീയമായുള്ള വസ്തുക്കൾ തന്നെയാണ് 80% ഈ ഒരു സർവേ വെസൽ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, INS നിർദ്ദേശക് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന. 80% ഇൻഡിജിനസ് കണ്ടന്റ് അതിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെക്സ്റ്റ് നോക്കൂ, മിഖായൽ കവലാഷ്വിലി ഹാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ജോർജിയ. ജോർജിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് മിഖായൽ കവലാഷ്വിലിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു വാർത്ത. ഹി വാസ് എ ഫോർമർ ഫുട്ബോൾ പ്ലെയർ ഓഫ് മാഞ്ചസ്റ്റർ സിറ്റി. ക്ലബ് ഫുട്ബോളുകളിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ക്ലബിൻ്റെ മുൻകാല ഫുട്ബോൾ താരം കൂടിയായിരുന്നു ആര്, മിഖായൽ കവലാഷ്വിലി എന്ന് പറയുന്നത്. ഹി റെപ്രസെന്റ്സ് ദ ജോർജിയൻ ഫ്രീഡം പാർട്ടി. ശ്രദ്ധിക്കേണ്ട കാര്യം, ജോർജിയയിൽ ഫ്രീഡം പാർട്ടി ആണ്, ജോർജിയൻ ഫ്രീഡം പാർട്ടി എന്നതാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ജോർജിയൻ പ്രസിഡന്റായി ആരാണ് നിയമിതനായത്, മിഖായൽ കവലാഷ്വിലിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ജോർജിയൻ ഫ്രീഡം പാർട്ടി. അദ്ദേഹം ഏത് ഫുട്ബോൾ ക്ലബിന്റെ പ്ലെയർ ആയെന്ന് ചോദിച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയർ ആയിരുന്നു. ഓക്കെ ആണല്ലോ, ശരി. അടുത്ത നോക്കുള്ളൂ, സൗത്ത് കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൽ ഹാസ് ബീൻ ഇംപീച്ച്ഡ് ബൈ ദ പാർലമെന്റ്. അതായത് സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ആയിരുന്ന യൂൻ സുക് യോലിനെ, ഈ പേരുകൾ കൃത്യമായി പ്രൊനൗൺസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് ഫെമിലിയർ അല്ലാത്ത ചില പേരുകൾ അല്ലേ. അപ്പോൾ അത് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ പേര് ഓർത്തിരുന്നാൽ തന്നെ, സ്പെല്ലിംഗ് ഒന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. ഈ ഒരു പേര് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് മനസ്സിൽ ഓർമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. യൂൻ സുക് യോൽ ഹാസ് ബീൻ ഇംപീച്ച്ഡ് ബൈ ദ പാർലമെന്റ്. പാർലമെന്റിൽ ആരെ, ഈ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന യൂൻ സുക് യോലിനെ എന്ത് ചെയ്തു, ഇംപീച്ച് ചെയ്തു. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം സൗത്ത് കൊറിയയിൽ സൈനിക നിയമം പ്രാബല്യത്തിൽ വരുന്ന, അല്ലെങ്കിൽ സൈനിക നിയമം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. എന്നാൽ എലക്റ്റഡ് മെമ്പേഴ്സ് അതിനെതിരെ വോട്ട് ചെയ്തിട്ട് ആ ഒരു നീക്കം ഫെയിലായിപ്പോയി. ആ ഒരു നീക്കം ഫെയിലായിപ്പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത്, ഇംപീച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യൂൻ സുക് യോൽ ട്രൈ ടു ഇംപ്ലിമെന്റ് മാർഷൽ ലോ ഇൻ സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ മാർഷൽ ലോ, സൈനിക നടപടി നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചു. ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ ഹൗസ് വോട്ടഡ് എഗെയിൻസ്റ്റ് ദിസ്. ഇതിനെതിരെ ആ ഹൗസിന്റെ റെപ്രസെന്റേറ്റീവ്, എലക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു, എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. ദസ് ദ മാർഷൽ ലോ ബിക്കെയിം ഇൻവാലിഡ് വിത്തിൻ 6 hours ഓഫ് ഇറ്റ്സ് അനൗൺസ്മെന്റ്. അത് പ്രഖ്യാപിച്ച 6 മണിക്കൂറിനകത്ത് തന്നെ എന്തായിപ്പോയി, ഇൻവാലിഡ് ആവുകയും ചെയ്തു. അദ്ദേഹം ഇംപീച്ച് ചെയ്യപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സൗത്ത് കൊറിയയുടെ ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് പേരാണ് യൂൻ സുക് യോൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കുള്ളൂ, വൺ നേഷൻ വൺ ഇലക്ഷൻ ബിൽ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ ആൻഡ് ഹാസ് ബീൻ സെൻഡ് ടു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. അപ്പോൾ വളരെ ചർച്ചയായ ഒരു സംഭവമാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് അല്ലേ. അതായത് നമ്മൾ ഇപ്പോൾ നടക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നടക്കുന്നത് എന്താ, നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നു അല്ലേ, അതുപോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലേക്കൊക്കെയുള്ള ഇലക്ഷൻ നടക്കുന്നു. അതുപോലെ എന്താണ്
പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത്. ഇതാണ് ഇങ്ങനെയാണല്ലോ 3 ഘട്ടങ്ങളായിട്ടാണല്ലോ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മാറ്റിയിട്ട് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തുക, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിലേക്കും നിയമസഭകളിലേക്കും അതുപോലെ പാർലമെന്റിലേക്കും ഒക്കെയുള്ള ഇലക്ഷൻ ഒരുമിച്ച് നടത്തുക. അതിന് കൃത്യമായ ചട്ടങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. അതായത് ഏതൊക്കെയാണ് ഒരുമിച്ച് നടത്തുന്നത്, അതായത് നിയമസഭയും പാർലമെൻറ്റും ഒരുമിച്ച്, മറ്റേത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വേറെയാണോ, അതിൽ വ്യക്തത ഒന്നുമില്ല. വ്യക്തമായി നമുക്ക് പറയാൻ ഇപ്പോൾ സാധിക്കില്ല, കാരണം ഈ ബില്ല് നിയമമായിട്ടില്ല. അപ്പോൾ ബില്ല് അവതരിപ്പിച്ചു, അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പുകളെ ഒരുമിച്ച് നടത്തുക, ഇലക്ഷൻ കമ്മീഷന്റെ ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പാർലമെന്റിൽ അവതരിപ്പിച്ച ഡേറ്റ് ശ്രദ്ധിക്കുക, 2024 ഡിസംബർ 17-നാണ്. 2024 ഡിസംബർ 17-ന് വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു, ലോക്സഭയിൽ അവതരിപ്പിച്ചു. ദെൻ അതെന്ത് ചെയ്തു, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക്, സംയുക്ത പാർലമെന്ററി സമിതിക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി, വെരിഫൈ ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ദ ഹെഡ് ഓഫ് കമ്മിറ്റി വിച്ച് സബ്മിറ്റഡ് റിപ്പോർട്ട് ഇൻ ഫേവർ ഓഫ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഈസ് രാംനാഥ് കോവിന്ദ്, ദ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദിനെ ആയിരുന്നു അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ രാംനാഥ് കോവിന്ദ് ആയിരുന്നു ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ട് ഇൻ ഫേവർ ഓഫ് വൺ നേഷൻ വൺ ഇലക്ഷൻ, അതായത് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ പഠന റിപ്പോർട്ടാണ് അദ്ദേഹം സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള നീക്കങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബില്ല് ലോക്സഭയിൽ 2024 ഡിസംബർ 17-ാം തീയതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലേ? ശരി, നെക്സ്റ്റ് നോക്കോളൂ. A new national museum named Yuge Yugin Bharat is going to be constructed at New Delhi with the cooperation of France. ഫ്രാൻസിന്റെ സഹകരണത്തോടു കൂടി ന്യൂഡൽഹിയിൽ ഒരു പുതിയ ദേശീയ മ്യൂസിയം സ്ഥാപിക്കുകയാണ്. അതിൻ്റെ പേരാണ് യുഗ യുഗീൻ ഭാരത്. യുഗ യുഗീൻ ഭാരത്. ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പണിഞ്ഞു കഴിയുമ്പോൾ ലാർജസ്റ്റ് മ്യൂസിയം ഇൻ ദ വേൾഡ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം, ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ആകാൻ പോകുന്നത്. അതായത് നിലവിലുള്ള മ്യൂസിയങ്ങളെക്കാൾ വലിപ്പത്തിൽ വലുതാണ്. അതായത് വലിപ്പ വ്യത്യാസത്തിൽ ഏറ്റവും വലുതായി നിൽക്കുന്ന, അല്ലെങ്കിൽ പണിഞ്ഞു വരുമ്പോൾ കൺസ്ട്രക്ഷൻ ഫിനിഷായി കഴിയുമ്പോൾ ഏറ്റവും വലിയ മ്യൂസിയം എന്ന ഖ്യാതി നേടാൻ പോകുന്ന ഒരു മ്യൂസിയമാണ് ന്യൂഡൽഹിയിൽ പണിയുന്നത്. അത് ഇൻ കോപ്പറേഷൻ വിത്ത് ഫ്രാൻസിന്റെ സഹകരണത്തോടു കൂടിയാണ് പണിയുന്നത്. പേരിട്ടിരിക്കുന്നത് യുഗ യുഗീൻ ഭാരത് എന്നാണ്. എന്താണെന്ന് വെച്ചാൽ, it will be displaying 5000 years history of India across 950 rooms. 950 റൂമുകളിലായിട്ടാണ് ഈ ഒരു മ്യൂസിയം പണിയുന്നത്. അതിൽ കൂടി ഇന്ത്യയുടെ 5000 വർഷത്തെ ചരിത്രം അവിടെ എത്തുന്നവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ന്യൂ നാഷണൽ മ്യൂസിയം നെയ്മഡ് യുഗ യുഗീൻ ഭാരത്. അത് ഇന്ത്യയുടെ 5000 വർഷത്തെ ചരിത്രം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 950 റൂംസ് ആണ്. അതുപോലെ ഇതിന് ബിൽഡ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതിന് സഹായിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കോളൂ. IIT Bombay developed a bacteria which consumes the poisonous and harmful chemicals in soil. This bacteria can be used to increase productivity from cultivation. അപ്പോൾ IIT ബോംബെ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് നോക്കിയേ. ഡെവലപ്ഡ് എ ബാക്ടീരിയ വിച്ച് കൺസ്യൂംസ് ദ പോയ്സണസ് ആൻഡ് ഹാംഫുൾ കെമിക്കൽസ് ഇൻ സോയിൽ. മണ്ണിലുള്ള പോയ്സണസ്, വിഷാംശവും അല്ലെങ്കിൽ രാസപരമായ പദാർത്ഥങ്ങളെ കൺസ്യൂം ചെയ്യുന്ന, അതായത് തിന്നു തീർക്കുന്ന ബാക്ടീരിയയെ IIT ബോംബെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ ഇന്നോവേറ്റീവായ ഒരു കാര്യമാണ് അതല്ലേ. അപ്പോൾ ദീസ് ബാക്ടീരിയ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഫ്രം കൾട്ടിവേഷൻ. കൃഷിയിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാക്ടീരിയ നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അതായത് മണ്ണിലുള്ള, അതായത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഹാംഫുള്ളായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാംഫുള്ളായ കണ്ടൻസ് ഉണ്ടെങ്കിൽ, കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്ന ബാക്ടീരിയ ആണ് എന്ത് IIT ബോംബെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദീസ് ബാക്ടീരിയസ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് സ്യൂഡോമോണാസ് ആൻഡ് അസിനറ്റോബാക്ടർ വിച്ച് കൺസ്യൂംസ് ദ ഹാംഫുൾ കെമിക്കൽസ് ഇൻ ദ സോയിൽ ആൻഡ് ക്യാൻ ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബാക്ടീരിയകൾ വരുന്ന താഴെ പറയുന്ന 2 കാറ്റഗറിയിലാണ്, സ്യൂഡോമോണാസ് ആൻഡ് അസിനറ്റോബാക്ടർ. സ്യൂഡോമോണാസ്, അസിനറ്റോബാക്ടർ എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ഇവർ.
ഇതെന്ത് എന്ന് വെച്ചാൽ ഹാംഫുൾ കെമിക്കൽസിനെ കൺസ്യൂം ചെയ്ത് തിന്നു തീർക്കും. ഒപ്പം ആൻഡ് ക്യാൻ ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനായിട്ട് ഈ ബാക്ടീരിയകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ ആണല്ലോ? ശരി, നെക്സ്റ്റ് നോക്കിക്കോളൂ. ഖേൽരത്ന ഹോണർ ഫോർ ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ ആൻഡ് മനു ഭാക്കർ. ഖേൽരത്ന പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്ടിംഗ് ബഹുമതിയാണ് ഇത് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് എന്താണ് ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, അതുപോലെ പ്രവീൺ കുമാർ, മനു ഭാക്കർ എന്നിവർക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നോർമലായിട്ട് ആ വർഷത്തിൽ ഒരാൾക്കാണ് ഇത് കൊടുക്കാറ്. എന്നാൽ റെയർ കേസിൽ ചില സാഹചര്യങ്ങളിൽ ഒന്നിലധികം ആൾക്കാർക്ക് ഒരേ വർഷം തന്നെ കൊടുക്കാറുണ്ട്. ഈ വർഷം 4 പേർക്കാണ് ഖേൽരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഖേൽരത്ന പുരസ്കാരം നൽകിയിരിക്കുന്ന വ്യക്തികളെ മാത്രമല്ല അവർ ഏത് മേഖലയിലാണ് കഴിവ് തെളിയിച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ഫോർ ഡി ഗുഗേഷ്. ഗുഗേഷ് അറിയാമല്ലോ, ലോക ചെസ് ചാമ്പ്യനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്, ഇന്ത്യക്കാരനാണ്. ഈ അടുത്തിടയ്ക്ക് വാർത്തകൾ ഒരുപാട് നിറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. ചെസ് എന്ന ഫീൽഡ്, ചെസ് എന്ന സ്പോർട്സ് ഐറ്റത്തിൽ നിന്നും ഖേൽരത്നയ്ക്ക് സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഡി ഗുഗേഷ് എന്നത്. അതുപോലെ ഹർമൻപ്രീത് സിംഗ് ഹോക്കി താരമാണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സിൽ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സ്പോർട്സ് താരമാണ്. അതുപോലെ മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്. അപ്പോൾ ഇവർക്കാണ് ഇപ്രാവശ്യത്തെ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം സമ്മാനിച്ചിരിക്കുന്നത്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ഈസ് ദ ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഹോണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സ്പോർട്സ് മേഖലയിൽ നൽകുന്ന ഏറ്റവും ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണ് ഇത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നുള്ളത്. The award comprises a medallion, a certificate and 25 lakh rupees. ഒരു മെഡൽ, ഒരു സർട്ടിഫിക്കറ്റും അതുപോലെ 25 ലക്ഷം രൂപ ഉൾപ്പെടുന്ന ഒരു പുരസ്കാരമാണിത്. മുൻപ് ഇത് അറിയപ്പെടുന്ന രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ പേര് മാറ്റി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന് മാറ്റിയത്. അതുപോലെ ദ അവാർഡ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ നെയിം ഓഫ് ഫോർമർ ഇന്ത്യൻ ഹോക്കി വിസാർഡ് മേജർ ധ്യാൻചന്ദ്. ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിൻ്റെ, മേജർ ധ്യാൻചന്ദിൻ്റെ പേരിലാണ് ഈ പുരസ്കാരം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്ന 4 പേരാണ് ഡി ഗുഗേഷ്, അതുപോലെ ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ ആൻഡ് മനു ഭാക്കർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ മറ്റൊരു കുറച്ച് വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.